ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കുറേ നാളായി കണ്ടിട്ട്. അപ്പോൾ കുറച്ച് ബിസി ഒക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വരാതിരുന്നത്. ഇനിയിപ്പോൾ തുറന്ന് വീഡിയോ ഒക്കെ ഇടുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതേ കുട്ടൂസും എല്ലാവരും റെഡിയാണ്, മമ്മിയുണ്ട്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നത് പോത്തിൻ്റെ ചങ്കാണ്, പോത്തിൻ്റെ ഹാർട്ട്. അപ്പോൾ അത് വെച്ചുള്ളൊരു ചെറിയൊരു സെറ്റപ്പാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ ഇതാണ് ഒരു പോത്തിൻ്റെ ഫുൾ ഹാർട്ട് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി, നല്ല നെയ്യൊക്കെ ഇവിടെ ഉണ്ട്. ഒരു 1.25-2 കിലോ അടുത്ത് ഉണ്ട്. ഇത് ഫുള്ളായിട്ട് അടിച്ചതാണ്. ഇനിയിപ്പോൾ ഇത് അതൊക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് എടുക്കണം. ഇപ്പോൾ ഈ മമ്മി ചെറുതാക്കി ഞുറുക്കി അരിയുന്നുണ്ട്. നന്നായിട്ട് ചെറുതാക്കി അരിയണം, ഇത് ഏറ്റവും നല്ലത്. നമ്മൾ കുരുമുളക് ഇട്ടാണ് ഇത് വയ്ക്കണേ. ഏറെക്കുറെ ഇത്രയും ചെറുതാക്കി അരിഞ്ഞാൽ അത്രയും നല്ലത്. കുരുമുളക് ഇട്ട് വരട്ടാനാണ് നമ്മുടെ പരിപാടി കേട്ടോ. അതല്ല ഏറ്റവും നല്ലത്, കുരുമുളക് ഇട്ട് വരട്ടാണ് നല്ലത്. ഫുള്ള് മമ്മിയുടെ പ്രിപ്പറേഷൻ ആട്ടാ ഇന്ന് ചെയ്യുന്നത്. ഇനി മുതൽ ഫുള്ള് മമ്മിയാണ് ചെയ്യുന്നത്. ഞാൻ വീഡിയോ എടുക്കും. ചെക്കൻ ഉറങ്ങിയ ഗ്യാപ്പിലാണ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെന്നിട്ട് ഇപ്പോൾ അവനിപ്പോൾ അരിയാൻ വേണ്ടിയിട്ട് ഓടി വരും. എനിക്ക് എൻ്റെ ഫാറ്റൊക്കെ നോക്കി സൈഡിൽ നല്ല കളർഫുള്ളായിട്ടിരിക്കണല്ലേ. അപ്പോൾ അതേ ഉരുളി നമ്മൾ ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. വേറെ സൺഫ്ലവർ ഓയിലോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക. നല്ല ഉരുളിയിലാണ് വറുത്ത, നാട്ടിൽ കൊണ്ടുവന്ന ഉരുളിയാണ്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഒരു 2 കിലോളം ഉണ്ട് നമ്മുടെ ഹാർട്ട്. അതിന് വേണ്ടിയിട്ടൊരു 2 സവോളയും ഒരു ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ആവശ്യത്തിന് നമ്മൾ പേസ്റ്റാക്കിന് കേട്ടോ. പേസ്റ്റാക്കിന് ഇഞ്ചി വെളുത്തുള്ളിയാണ് നമ്മളുള്ളത്. ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്ന് വരണ്ട് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് സവോളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് എണ്ണ ചൂടായുണ്ട്. അതിനകത്ത് ഈ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി അതിനകത്തേക്ക് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി ഫസ്റ്റ് നമ്മൾ ഇട്ടു. പച്ചമുളക്, സവോള, ഉള്ളി, കരിയാപ്പില. അപ്പോൾ നമുക്ക് പൊടിയിട്ടാലോ മമ്മി? ആ സാധാ മുളക് പൊടിയില്ല, ചില്ലി. കുരുമുളകോ
1 സ്പൂൺ മല്ലിപ്പൊടിയില്ല. നമ്മളിപ്പോൾ കുരുമുളക് കുറച്ച് ചേർക്കണുള്ളൂ. അതിനുശേഷം ഇതിനെ വരട്ടിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് വരട്ടിയെടുക്കാന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. 1 സ്പൂൺ ഇപ്പോൾ ഇടണമല്ല കുരുമുളക്. സവാളൊക്കെ നല്ല വരട്ടിയെടുത്തിട്ടുണ്ട്. മസാലപ്പൊടി നമ്മൾ പൊടികളെല്ലാം കുറച്ച് ചേർത്ത് പോകും. ഇനി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുരുമുളക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കാം. നല്ല സ്മെല്ല് വരുമ്പോഴേക്കും നമ്മൾ കഴുകി വാരി വെച്ചാണ് ഈ ഹാർട്ടിനെ ചങ്കിനെ എടുത്തിട്ടാൽ മതി. നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ എന്താ ചെയ്യണേ? ആ ഇനി വെള്ളം ഒഴിക്കണോ? ഇറച്ചിയുടെ വെള്ളം തന്നെ വരുമല്ലേ? അപ്പോൾ ആ വെള്ളത്തിൽ വെന്താൽ മതി. നമുക്ക് പിഴിഞ്ഞെടുത്തതാണ്. ഇനി ശകലം ഉപ്പിടണം. ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. മമ്മി ആദ്യം കുക്കറിൽ വേവിക്കാന്ന് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ കുക്കറിൽ നമുക്ക് ഉപ്പിട്ട് വേവിച്ചാൽ അത് നല്ലതായിരിക്കും. ഇപ്പൊ ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അതായത് കുട്ടുശ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങള് എല്ലാം സെറ്റാക്കി കഴിഞ്ഞ് ഇത്തിരി കറിവേപ്പില, ലാസ്റ്റ് പൊടിക്കൈ കേട്ടാ, ഇത്തിരി മല്ലിയില, നല്ല കളർഫുൾ ആയിട്ടിരിക്കട്ടെ അല്ലേ. ഇത്തിരി കുരുമുളക് പൊടിയും കൂടി മുകളിലിടാം. അയ്യോ കുരുമുളക് പൊടി ഇട്ട് കുട്ടുശു അതുണ്ടാന്നോ? വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് അതിന്റെ ടേസ്റ്റ് അല്ലേ? നമ്മളതേപോലെ മൂടി വെച്ച് കുറച്ചു നേരം വേവിച്ചാലാണ് ശരിക്കും വെന്ത് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ വിചാരിച്ചാൽ അല്ലാതെ കിട്ടുമെന്ന് വിചാരിച്ചാൽ കുറച്ചു നേരം ഒന്ന് മൂടി വെക്കണം. അതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആയി കണ്ടാത്ത രസം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. ഒരു കഷ്ണം എടുത്ത് തന്നെ അമ്മി നോക്കട്ടെ എങ്ങനെയാണെന്ന്. എനിക്ക് വായി വെച്ചോന്നോ? എന്താ കയ്യില്? കൊച്ചു ഫോൺ വേണം എന്റെ കയ്യില്. നിനക്ക് വേണോടാ? സൂപ്പർ, അടിപൊളി. അമ്മ ചോദിച്ചു നോക്കി, ഉപ്പും കറക്റ്റാ, എല്ലാം ഓക്കെയാ, അടിപൊളി. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. നമ്മൾ ബീഫൊക്കെ വെട്ടം പോലെ തന്നെ കട്ട് ചേർത്താൽ മതി. വളരെ അടിപൊളി. എൻ്റെ ടെസ്റ്റർ വന്നിട്ടുണ്ട്, സാധാരണ ഉള്ള ടെസ്റ്റർ. ടെസ്റ്റ് ചെയ്ത് നോക്ക്. അത് കുഴപ്പമൊന്നുമില്ല. ചൂടോടെ കഴിച്ചോ? ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്ന് ചൂടോടെ കഴിച്ചതല്ലേ? അതൊക്കെ നല്ല കാര്യം. കുട്ടൂഷ മാമനോട് കഴിച്ചു നോക്കാൻ പറഞ്ഞേ. നിനക്ക് തീറ്റ വാങ്ങി ഇട്ടത് അതുകൊണ്ടാ. എരിവുണ്ട്, എരിവുണ്ട്. കൊടുത്ത് ചിലപ്പോ എരിയും. അടിപൊളിയല്ലേ? ഇനി അടുത്തത് ഇനി അവള് വന്നിട്ട് അവക്കും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. സർപ്രൈസ്.
പറഞ്ഞിട്ടില്ലേ? വെച്ച് പറഞ്ഞിട്ടില്ല. മമ്മി വന്നേക്കൊണ്ട് വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കി സർപ്രൈസ്. സൂപ്പറാണ്. ഓക്കെ.